friends, welcome back to Hello Tech Malayalam. Samsung Galaxy M32 5G എന്ന സ്മാർട്ട് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു സ്മാർട്ട് ഫോൺ സാംസങ് ഗാലക്സി M32 എന്ന സ്മാർട്ട് ഫോണിൻ്റെ ഒപ്പം വരുന്നൊരു സ്മാർട്ട് ഫോണാണ്. സാധാരണ M32 അല്ലെങ്കിൽ പുതിയൊരു മോഡലിലേക്ക് വരുമ്പോൾ കുറച്ച് അപ്ഡേഷനൊക്കെ ആയിട്ടാണ് സ്മാർട്ട് ഫോൺ വരാറ്. എന്തായാലും ആ ഒരു സ്മാർട്ട് ഫോണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഓവർ പ്രൈസ്ഡാണ്. ഒപ്പം അതിനകത്തൊരു ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇല്ല എന്ന് തന്നെ ആദ്യം തന്നെ പറയാം. എന്തൊക്കെയാണ് ആ ഒരു കാര്യങ്ങളെന്ന് നമുക്ക് വീഡിയോയിൽ ഒന്ന് നോക്കാം. ഡിസൈൻ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മോശപ്പെട്ട ഡിസൈനൊന്നുമല്ല, അത്യാവശ്യം ഒരു കൊള്ളാവുന്നൊരു ഡിസൈൻ നൽകുന്നുണ്ട്. പക്ഷേ ഇതിലും കുറച്ചുകൂടെ പ്രീമിയം ലുക്കുള്ള സ്മാർട്ട് ഫോണുകൾ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കാണാം. പ്രൈസ് റേഞ്ച് ആയത് തന്നെ പറയാം. 6GB RAM 128GB സ്റ്റോറേജിന് 20,999 രൂപയും 8GB RAM 128GB സ്റ്റോറേജിന് 22,999 രൂപയുമാണ് പ്രൈസിങ് ഉള്ളത്. ഓൾറെഡി ആമസോണിൽ സെയിൽസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആമസോണിൻ്റെ സൈറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഫീച്ചേഴ്സ് കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ റിയർ സൈഡിൽ സാധാരണ നമ്മൾ മിക്ക സ്മാർട്ട് ഫോണും കാണാറുള്ള ഒരു പോളികാർബണേറ്റ് മെറ്റീരിയൽ കൊണ്ടുള്ള ഒരു ഡിസൈനാണ് റിയർ സൈഡിൽ നൽകിയിട്ടുള്ളത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് സാംസങ്ങിൽ നിന്ന് ഇത്ര നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അത്യാവശ്യം സാംസങ്ങിൻ്റെ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ഡിസൈൻ റിയർ സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വെയിറ്റ് വരിക 205 ഗ്രാമാണ്. അപ്പോൾ 200 ഗ്രാം വെയിറ്റ് കൂടുതൽ വരുന്ന ഒരു സ്മാർട്ട് ഫോൺ നമുക്കൊരു ഹെവി വെയിറ്റ് എന്ന ഒരു വെയിറ്റ് കൂടിയ സ്മാർട്ട് ഫോൺ എന്ന രീതിയിൽ നമുക്ക് പരിഗണിക്കാവുന്നതാണ്. അത്യാവശ്യം വെയിറ്റ് ഉള്ള ഒരു സ്മാർട്ട് ഫോൺ തന്നെയെന്ന് സാംസങ് ഗാലക്സി M32 5G എന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് പറയാൻ സാധിക്കും. ഡിസ്പ്ലേ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 6.5 ഇഞ്ചോട് കൂടി വരുന്ന HD+ TFT ഡിസ്പ്ലേ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര വലിയ ഒരു കാര്യമല്ല. ഒപ്പം HD+ ഡിസ്പ്ലേ ആയിട്ടാണ് വരുന്നത്. ഒരു ഡിസ്പ്ലേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല ഫ്ലോപ്പായ രീതിയിൽ തന്നെയാണ് സാംസങ് അവതരിപ്പിച്ചിട്ടുള്ളത്. സാംസങ് തന്നെ സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേയും അമോലെഡ് ഡിസ്പ്ലേ ഒക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒത്തിരി നൽകിയിട്ടുണ്ട്. അപ്പോൾ 90 Hz റീഫ്രഷ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരുന്നു ഇതിനു മുമ്പ് സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സാംസങ് ഗാലക്സി M32 എന്ന ഒരു സ്മാർട്ട് ഫോൺ അവതരിപ്പിച്ചത്. ഇതിനു മുമ്പ് ഈ ഒരു സ്മാർട്ട് ഫോൺ മറ്റൊരു വേരിയൻ്റ് അവതരിപ്പിച്ചത്. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു മോശപ്പെട്ട ഡിസ്പ്ലേ എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കുന്ന രീതിയിലാണ് സാംസങ് ഗാലക്സി M32 5G എന്ന ഈ ഒരു സ്മാർട്ട് ഫോണിലേക്ക് TFT ഡിസ്പ്ലേ ഒക്കെ ആയിട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക. ഇനി പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ മീഡിയാടെക്കിൻ്റെ ഡയമൻസിറ്റി 720 എന്ന പ്രോസസ്സറാണ്. മോശപ്പെട്ട പ്രോസസ്സർ അല്ല, അത്യാവശ്യം നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ച് സാംസങ്ങുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൊള്ളാം എന്ന് നമുക്ക് പറയാം. പക്ഷേ ഇതിലും ബെറ്ററായ പ്രോസസ്സറുള്ള സ്മാർട്ട് ഫോണുകൾ നമുക്ക് കാണാം. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ച് സാംസങ് എന്ന രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഇനി ഒരു സ്മാർട്ട് ഫോണിൻ്റെ വേരിയൻ്റ് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 6GB RAM 8GB RAM വേരിയൻറ്റിൽ 128GB ഇൻറ്റേർണൽ സ്റ്റോറേജോട് കൂടിയാണ് സ്മാർട്ട് ഫോൺ വരിക. ആൻഡ്രോയിഡ് 11 ഓപ്പറേറ്റിംഗ് സിസ്റ്റവും 1 UI 3.1 ഒക്കെ ആയിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. മീഡിയാടെക്ക് 720 എന്ന ഈ ഒരു പ്രൊസസർ 2 GHz ക്ലോക്ക് സ്പീഡോടുകൂടിയാണ് പ്രവർത്തിക്കുക. മാലി G37 MC3 എന്ന GPU സെറ്റപ്പ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഹൈബ്രിഡ് സിംസോട്ട് സംവിധാനമാണ്. 1 TB വരെ നിങ്ങൾക്ക് മൈക്രോചിപ്പ് സഹായത്തോടെ സ്റ്റോറേജ് ഒക്കെ കൂട്ടാം. പെർഫോമൻസ് നമുക്ക് കാര്യമായ ഇഷ്യൂ ഉണ്ടെന്ന് നമുക്ക് പറയത്തില്ല. പക്ഷേ ഒരു പ്രൈസ് റേഞ്ച് കുറച്ച് മെച്ചപ്പെട്ടതുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. 5G ബാൻഡ് സപ്പോർട്ടിംഗ് ഒക്കെ ഉണ്ട്. 12 ബാൻഡ് 5G കൂടിയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ആ ഒരു കാര്യത്തിൽ സാംസങ് കുറച്ച് ബെറ്ററായ കാര്യങ്ങൾ കാണാം. ഈ ഒരു പ്രൈസ് റേഞ്ച് മിക്ക സ്മാർട്ട് ഫോൺ ഡ്യുവൽ ബാൻഡ് 5G നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ കുറച്ച് ബെറ്ററായ ഒരു കാര്യം 5G എന്ന സ്മാർട്ട് ഫോൺ രീതി നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ കൊള്ളാം. ഇനി ക്യാമറ ഭാഗത്തേക്ക് വരാം. നേരത്തെ സാംസങ് ഗാലക്സി M32 എന്ന സ്മാർട്ട് ഫോൺ 64 മെഗാപിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പുമായിട്ടാണ് വന്നിരുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിലേക്ക് വരുമ്പോൾ അത് 48 മെഗാപിക്സലായിട്ട് അവർ വലിയ രീതിയിൽ തന്നെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് പറയാം. എന്തായാലും അതും ഒരു മോശപ്പെട്ട രീതിയാണ് എന്ന് നമുക്കൊരു സാംസങ് ഗാലക്സിയിൽ ഒരു സ്മാർട്ട് ഫോൺ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പറയാം. 48 ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 64 അവിടെ നൽകിയിരുന്നു, പിന്നെ അത് 48 ആക്കി എന്നത് ഒരു മോശപ്പെട്ട കാര്യം തന്നെയാണ്. എന്തായാലും സാംസങ് കുറച്ച് ആളുകളെ കളിയാക്കുന്നുണ്ടോ എന്നൊരു സംശയം എന്തായാലും തോന്നിപ്പോകും. 8 മെഗാപിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഒപ്പം 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസറും 5 മെഗാപിക്സലിൻ്റെ മാക്രോ ലെൻസും ഒക്കെ റിയർ സൈഡിൽ നൽകിയിട്ടുണ്ട്. നേരത്തെ നമുക്ക് 20 മെഗാപിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറ ആയിരുന്നു സാംസങ് ഗാലക്സി M32 കണ്ടില്ല. ഇവിടെ വന്നപ്പോൾ അത് 13 മെഗാപിക്സലായിട്ടാണ് അവർ നൽകിയിട്ടുള്ളത്. അതും ഒരു കുറവായിട്ട് തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ പറയാം. ഒപ്പം ബ്ലൂടൂത്ത് 5ഉം ഒപ്പം 12 ബാൻഡ് 5G സപ്പോർട്ട്, NFC 3.5 ഓഡിയോ ജാക്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നുണ്ട്. സാധാരണ പൊതുവേ ഒരു ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു 17,000 രൂപ പ്രൈസ് റേഞ്ച് വരേണ്ട സ്മാർട്ട് ഫോണിൽ കിട്ടേണ്ട ഒരു സ്പെക്ക് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാം. ബാറ്ററി കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാലും അത്തരത്തിൽ തന്നെയാണ്. 5000 mAh ബാറ്ററി കപ്പാസിറ്റി ഒപ്പം 15 വാട്ട് ഫാസ്റ്റ് ചാർജ് സംവിധാനവുമാണ്. നേരത്തെ ഇന്ത്യയിൽ അവതരിപ്പിച്ച M32 എടുത്തു കഴിഞ്ഞാൽ അവിടെ 6000 mAh ബാറ്ററി എടുത്തു എന്ന് തോന്നുന്നു. ആ ഒരു ബാറ്ററി കാര്യങ്ങളൊന്നും വന്നു കഴിഞ്ഞാലും ആ ഒരു ചേർച്ചയില്ലായ്മ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാം. പ്രൈസ് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. 6GB RAM 128GB സ്റ്റോറേജിന് 20,999 രൂപയും 8GB RAM 128GB സ്റ്റോറേജിന് 22,999 രൂപയുമാണ് പ്രൈസ് വരും. കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ സാംസങ് നൽകിയിട്ടുമുണ്ട്.
ഈ ഒരു സ്മാർട്ട് ഫോൺ നമ്മൾ റിയൽമി നാർസോ 30 ഒപ്പം തന്നെ ഐക്യൂവിൻ്റെ സ്മാർട്ട് ഫോൺ, റിയൽമി സ്മാർട്ട് ഫോണുകൾ, റെഡ്മി സ്മാർട്ട് ഫോണുകൾ, പോക്കോ തുടങ്ങിയ സ്മാർട്ട് ഫോണുകളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്ര വലിയൊരു സ്പെസിഫിക്കേഷൻ നമുക്ക് നൽകുന്നില്ല. ഒരു 5G എനേബിൾഡ് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ എന്നൊരു പരിഗണന മാത്രമാണ് സാംസങ് ഗാലക്സി M32 5G എന്നീ ഒരു സ്മാർട്ട് ഫോൺ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് സാംസങ് ഇത്തരത്തിലൊരു ഡിസ്പ്ലേയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ അവതരിപ്പിച്ചതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഒരു 5G സ്മാർട്ട് ഫോണാണ് സാംസങ് ആണെന്നുള്ള രീതിയിൽ വേണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ എടുക്കാം. അതല്ല എങ്കിൽ കുറച്ച് ബെറ്റർ ഓപ്ഷൻസ് ഒരുപാടുണ്ട്. അപ്പം ആ ഒരു കാര്യം കൃത്യമായിട്ട് നോക്കുക. എന്തായാലും സാംസങ് ഒരു സ്മാർട്ട് ഫോൺ അവതരിപ്പിച്ച് അത്ര ഇഷ്ടപ്പെട്ട രീതിയിലല്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയിൽ പുതിയ സ്മാർട്ട് ഫോൺ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ.